ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഇമ്മാനുവൽ സീൽസ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. പൊതുസമൂഹവും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് കൈകോർത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് NHM മുഖേന 1.26 കോടി രൂപ വകയിരുത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്ക് പ്രവർത്തനം ആരംഭിച്ചതോടെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇവിടെ എത്തുന്ന രോഗികൾക്കും ഒരുപോലെ ആശ്വാസമാവുകയാണ്. താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സിംഗ് ജീവനക്കാരോ ഇല്ലാതെ പ്രതിസന്ധിയിലാണ് ആയിരങ്ങൾ ചികിത്സ തേടിയെത്തുന്ന ഈ ആതുരാലയം. ആരോഗ്യവകുപ്പ് NHM മുഖേന 1.26 കോടി രൂപ വകയിരുത്തിയാണ് പുതിയ OP ബ്ലോക്ക് നിർമ്മിച്ചത്. ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ OP ബ്ലോക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാരിന്റെ കാലത്താണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്കായി ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ചതെന്നും പീഡിയാട്രിക് വിഭാഗവും ഗൈനക് വിഭാഗവും നവീകരിക്കുന്നതിനുള്ള ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 11 കോടി രൂപ ഉപയോഗപ്പെടുത്തും. ഫോറൻസിക് സർജന്റെ പുതിയ തസ്തികയുണ്ടാകുമ്പോൾ പെരിന്തൽമണ്ണയിൽ അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സർക്കാർ മേഖലയിലും സർക്കാർ ഇതര മേഖലയിലും 15 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹവും ആരോഗ്യ പ്രവർത്തകരും ഒരുമിച്ച് കൈകോർത്താണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കിഫ്ബിയിൽ 11 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പുതിയ അതിമനോഹരമായിട്ടുള്ള ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 46 ഉദ്ഘാടനങ്ങൾ ഇവിടെ നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ 46 എണ്ണം പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങളാണ് നടത്തുന്നത്. ഓരോ വർഷവും നമ്മൾ വെക്കുന്ന വിവിധ പദ്ധതികൾ, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ ലിസ്റ്റ് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ ആശുപത്രിയിലുള്ള പദ്ധതികളാണ്. അതിൽ ഇനി ശേഷിക്കുന്നത് നമ്മുടെ പീഡിയാട്രിക് വാർഡിൻ്റെയും ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനും പണം അനുവദിച്ചിട്ടുണ്ട്. 2,09,00,000 രൂപ അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അത് കൂടാതെ മറ്റനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഫയർ സേഫ്റ്റിയുടെ ഭാഗമായി WNC ബ്ലോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി കാഷ്വാലിറ്റി ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് 11 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ പറഞ്ഞ ഫോറൻസിക് സർജന്റെ കാര്യം, DHS ആകെ ഇതുവരെ 18 തസ്തികകളേ ഉള്ളൂ. അതായത് സംസ്ഥാനം മുഴുവൻ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു തസ്തിക സൃഷ്ടിക്കുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ അത് അനുവദിക്കണം എന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അതുപോലെ DNB കോഴ്സുമായി ബന്ധപ്പെട്ടും ഞാൻ DHSനോട് അത് ചോദിക്കുകയായിരുന്നു. DNB കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്കതിൻ്റെ ഫയല് വന്നിട്ടുണ്ട് എന്നുള്ളത് DHS പറഞ്ഞു. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ അത് അനുവദിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല, നമുക്ക് അനുവദിക്കാവുന്നതാണ്. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തകർന്ന് ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായും ഇത് പൊളിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്നും MLA മന്ത്രിയെ ഓർമ്മപ്പെടുത്തി. സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിയുടെ ഇടപെടലുണ്ടാകണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ബഹുമാനിയായ നമ്മുടെ ആരോഗ്യമന്ത്രിയോട് വീണ്ടും ഉണർത്താനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു വലത് വശത്ത് നിൽക്കുന്ന ഈ കെട്ടിടം കഴിഞ്ഞ 6 മാസമായി ഇതേത് സമയത്തും പൊളിഞ്ഞു വീഴാവുന്ന സാഹചര്യമാണ്. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലുണ്ടായ ഒരു കെട്ടിടം വീഴ്ചയുമായി അനുബന്ധമായി ഈ നാട്ടിലുണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം. അതേ ഒരു അനുഭവം ഏത് നിമിഷവും പെരിന്തൽമണ്ണയിൽ സംഭവിക്കാം എന്ന് ആദരണീയയായ DHS അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നുവരെയും അത് പൊളിക്കാനുള്ള ഒരു നിയമപരമായ തീരുമാനം ഉണ്ടായില്ല എന്നത് വേദനയോടുകൂടി ഓർമ്മിപ്പിക്കുക. ഇത് പറയുമ്പോൾ നമുക്കതിനുള്ള സാങ്കേതിക തടസ്സമുണ്ടാകും, ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആളില്ലാത്തതുണ്ടാകും. അതിനെയെല്ലാം മറികടക്കേണ്ടവർ നമ്മളാണ് എന്ന ബോധ്യത്തോടെ അതിന് ബഹുമാന്യയായ മന്ത്രി അതിന് പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ആരോഗ്യവകുപ്പ് DHS ഡോക്ടർ റീന KJ, നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീന ലാൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ മന്ത്രിക്ക് ചടങ്ങിൽ നിവേദനം നൽകി. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ആശുപത്രിക്ക് നൽകിയ 2 LED ടിവികൾ മന്ത്രി ഏറ്റുവാങ്ങി. മേലാറ്റൂർ CHCയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ നൽകിയ നിവേദനവും മന്ത്രി സ്വീകരിച്ചു. ചടങ്ങിൽ ട്രോമാ കെയർ പ്രവർത്തകരെ മന്ത്രി ആദരിച്ചു. ആയിരങ്ങൾ ചികിത്സ തേടിയെത്തുന്ന ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ.